ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ സ്നേഹമുള്ള സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ നോക്കൂ ലഞ്ച് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഇതാ ഉള്ളി കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ചക്ക നന്നാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി സാമ്പാറാണ് ഉണ്ടാക്കാൻ പോണത്. ചക്ക പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ ബാക്കി പപ്പടം കാച്ചണം, കുറച്ച് ജോലിയൊക്കെ ഉണ്ട് എനിക്ക്. ഞാൻ ഇന്നത്തെ ഫുൾ ലഞ്ചാണ് കാണിക്കുന്നത് കേട്ടോ. കുക്കറിലെ സാമ്പാറിന് പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചു കേട്ടോ. പരിപ്പ് വേവിച്ച് വെച്ചു. പണി എളുപ്പമായി. 1 മിനിറ്റിനുള്ളിൽ നമുക്ക് സാമ്പാർ തയ്യാറാക്കാം. ഇവിടെ ചോറ് വേവിച്ച് വെച്ചു. ഇനി ചോറ് തയ്യാറാക്കാം കേട്ടോ. ഒന്ന് വാർക്കണം കേട്ടോ. അത്രേ ഉള്ളൂ. വെള്ളം ഒഴിക്കട്ടെ. അരിയിൽ വെള്ളം കുറവാണ്. അതവിടെ ഇരുന്ന് തിളച്ച് വരും. ആദ്യം തന്നെ നമുക്ക് ഉള്ളി തീക്കിട്ട് ചൂടാവട്ടെ കേട്ടോ. ഇനി നമുക്ക് സാമ്പാറിന് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ വെറും ഉള്ളി കൊണ്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. ചെറിയ ഉള്ളി കൊണ്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് കേട്ടോ. ഉള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് പുളി കുതിരിയിട്ടുണ്ട്. സാമ്പാർ 5 മിനിറ്റിനുള്ളിൽ കലാവും. നമ്മൾ എണ്ണ ചൂടായി ഉള്ളി സാമ്പാറിന് വേണ്ടി പുളി ഇട്ടു. അരി ഇതവിടെ തിളച്ചുകൊണ്ടിരുന്നു. ചോറ് ചക്ക ഇതെങ്ങനെ അരി വെച്ചിട്ട് കുറച്ച് വലുതാക്കിയിട്ടൊക്കെയാണ് കുഴപ്പമില്ല. അയസലായിട്ട് കഴുകി വൃത്തിയാക്കി ചക്ക എന്ത് ചെയ്യണം ചെയ്യാം. ചക്കയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി. ഇത് തരി മതി. കുറച്ച് മുളക് പൊടി ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്യണം ചെയ്യും. ആവശ്യത്തിന് ഉപ്പ് ഇത് കഴിഞ്ഞാൽ വെള്ളം ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. അത് ഈ അടുപ്പിൽ വെക്കാം കേട്ടോ. 3 അടുപ്പിലും വെച്ചാൽ എളുപ്പം കലാവും. വെള്ളം ഒഴിച്ചു. അത് അടുപ്പിൽ ഇരുന്ന് വേവട്ടെ കേട്ടോ. ചക്ക ഉള്ളി നല്ല പോലെ വഴന്നു വരണം. അവിടെ ഇരുന്ന് ഇല്ലേ. ചക്കയിൽ ചേർക്കാനുള്ള തേങ്ങയാണ് കേട്ടോ. തേങ്ങ നീങ്ങുള്ള ജീരകം, ചെറുജീരകം കേട്ടോ. സാധാ ജീരകം. ഇത് കഴുകി വെച്ചിട്ടുള്ളത്. ഒരു പച്ചമുളക് കൂടി കേട്ടോ. ഒരു പച്ചമുളക് ഇട്ടു കേട്ടോ. ഇതൊന്ന് ചതച്ചെടുക്കും. ചതയ്ക്കധികം അറിയൊന്നും വേണം. ഉള്ളി വഴന്ന് വരട്ടെ. അതുകൊണ്ടാണ് ചക്ക നോക്കട്ടെ. തിളക്കണേ ഉള്ളൂ കേട്ടോ. ഇനി അരി നോക്കാം. ചക്ക കിടന്ന് വീഴും കേട്ടോ. ചക്ക കിടന്ന് വേവട്ടെ. നല്ല പോലെ വേണം. പുളി ഇവിടെ സാമ്പാറിനുള്ള പുളി ശരിയാക്കാം. അരി വേവായി അല്ല. അരി വേവായി. അരി വാർക്കാൻ പോട്ടാ. ഇനി വാർക്കാനൊന്നും ഒരു വിഷമമില്ല. ഇതൊക്കെ ഈസി പണിയാണ്. ഈസി വർക്കിലാണ് അരിയിട്ടത്. ഇതിട്ടു. വാഷ് ഊരിയിട്ടു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ ഒരു പാത്രം വെക്കണം. കുക്കർ ഇങ്ങനെ വെക്കാം. നോക്കൂ. അതാ ഇങ്ങനെയാണ് ചോറ്. എളുപ്പം കലായി കേട്ടോ. ചോറ് കലായി. നോക്കൂ. അതാണ്. ഇതാ ഉള്ളി വഴറ്റി നോക്കട്ടെ. നല്ലോണം വഴന്ന ഉള്ളി. ഈ ഉള്ളി വേണം കേട്ടാ. വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ചു. കുറച്ച് മഞ്ഞൾപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി ഒന്ന് കിടക്കുക കേട്ടോ. നല്ല പോലെ വെന്തു കേട്ടോ. ചക്ക നല്ല പോലെ വെന്തു. ഇനി നാളികേരം, ജീരകവും പച്ചമുളകും ചേർക്കാം. ഉപ്പിട്ട് വേവിച്ച് ചേർക്കണം കേട്ടോ.
തയ്യാറായി, ചക്കപ്പുഴുക്ക് തയ്യാറായി കേട്ടോ. 5 മിനിറ്റിനുള്ളിൽ ചക്കപ്പുഴുക്ക് തയ്യാറായി. ഉപ്പ് വേണം. ഈ വെളിച്ചെണ്ണ ഒഴിക്കും. ഈ കെടുത്തി ഇനി എന്ത് ചെയ്യണൊക്കെ ഇതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. ചക്കപ്പുഴുക്ക് കലായി നോക്കൂ. ഇവിടെ ഉള്ളി വെന്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴേക്കും എനിക്കത് നോക്കണത് ചക്കപ്പുഴുക്ക് കല. ഒരു ഉള്ളി ഇട്ടു, കുറച്ച് കടുക് ഇട്ടു. 2-3 ഗ്യാസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഊണുണ്ടാകും. സാധനങ്ങളെല്ലാം തയ്യാറായിരിക്കും. സാമ്പാറിന് കറിവേപ്പില കുറച്ച് കൂടുതൽ വേണം. അതുകൊണ്ട് കൂടുതലിട്ടുണ്ട്. ഈ ഉള്ളിയിലും ഇട്ടില്ല കരിവേപ്പില കേട്ടോ. ഉള്ളി നല്ലോണം വേണം. ഒഴിക്കട്ടെ. ഉള്ളിയിലും ഉപ്പിട്ടു കേട്ടോ. എന്നിട്ട് നമ്മൾ പുളിവെള്ളം ഒഴിക്കണം. ഉള്ളി പുളിവെള്ളത്തിൽ കിടന്ന് വേണം കേട്ടോ. കടുക് വറുത്തിട്ട് ഈ സാമ്പാർ പൊടി ഒരു 2 ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ടത്. അതിൽ ഏകദേശം വെച്ച് ഞാൻ ടീസ്പൂണൊന്നും എടുക്കാറില്ല. ഒരു കാര്യം കൊണ്ടാണ് പറയുന്നത്. സാമ്പാർ അത് നിങ്ങളുടെ ആവശ്യത്തിന് എരിവനുസരിച്ചിടുക. പോരെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ വീട്ടിൽ ഈ കഴിയില്ല. അല്ല, സാമ്പാർ പൊടി വറുത്തിടലും കഴിഞ്ഞു, സാമ്പാർ ഉണ്ടാക്കലും കഴിഞ്ഞു. ഇത് ഇന്ന് തിളക്കിയേ വരും. ഇനി കുറച്ച് വേണം. പുളിൻ്റെ സാമ്പാറൊന്ന് കലയാവട്ടെ കേട്ടോ. തിളക്കട്ടെ. അത് നല്ല പോലെ അതിന് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തില്ല പരിപ്പാണ് കേട്ടോ. പരിപ്പ് ചേർത്ത് നമുക്ക് വെള്ളം. സാമ്പാറിൻ്റെ ടേസ്റ്റ് പോവും. പച്ചവെള്ളം ഒഴിക്കരുത്, തിളപ്പിച്ചാറിയ വെള്ളം. സാമ്പാർ നല്ലവണ്ണം നല്ല മണം വരേണ്ട ഉള്ളി സാമ്പാറാണ്. ഉള്ളി സാമ്പാറും പപ്പടവും നല്ല കോമ്പിനേഷനാണ്. ചക്കപ്പുഴുക്ക്, പിന്നെ അച്ചാറ്, തൈര്, പിന്നെ മധുരക്കിഴങ്ങ് സബ്ജി, പിന്നെ എന്താ വേണം. ഇന്നത്തെ ലഞ്ച് കലായി. ഇതൊക്കെ ചൂടുള്ള ചോറ്, ചൂടുള്ള സാമ്പാർ, ചൂടുള്ള പുഴുക്ക്, മധുരക്കിഴങ്ങ് കൂട്ടാൻ, തൈര്, ഇന്നലത്തേത് വെള്ളരിക്കയും വാങ്ങി, ചമ്മന്തി ഇന്ന് രാവിലെ അരച്ചത്, പപ്പടം കാച്ചത്. പപ്പടം ഞാൻ ഇന്നലെ കാച്ചിട്ടില്ല കേട്ടോ. അച്ചാറ് കണ്ടില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ ഉണ്ട്. ശരി കേട്ടോ. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് മാത്രമല്ല ഹൈപ്പ് അടിക്കുക എന്ന് പറഞ്ഞിട്ട്, ഹൈപ്പ് അടിക്കുക എന്താ സാധനം എന്ന് എനിക്കറിയില്ല കേട്ടോ. അത് ചെയ്യുക. അങ്ങനെ ശരി, ഓക്കെ.